കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷും സുധീഷും റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ട് സുനന്ദയുടെ വീട്ടിൽ നിന്നും ഒരാൾ അത് ഭാസ്കർ മാമന്റെ മക്കളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും അത് കേട്ട് സുനന്ദയും അകത്തു നിന്ന് ഓടി വരികയാണ്. കണ്ണീരോടെ സുഭാഷിനെ നോക്കി നിൽക്കുന്ന സുനന്ദയെ സുധീഷ് സുഭാഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സുഭാഷും ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് സുധീഷിനെ വിളിച്ച് അവിടുന്ന് നടന്നു പോവാണ്. സുഭാഷ് ഏട്ടാ, സത്യം പറ, സുഭാഷ് ഏട്ടന് ഒരു തരിമ്പ് പോലും വിഷമമില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നീ ഒന്ന് അടക്കാൻ നോക്ക് സുധീഷേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അല്ല, അഥവാ വിഷമമുണ്ടെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്, ഒരൊറ്റ സ്മോൾ മതി, മനസ്സങ്ങ് റിലാക്സ് ആയി കിട്ടും എന്ന് സുധീഷ് പറയുമ്പോൾ കള്ളു കുടിച്ചിട്ടാണോടാ മനസ്സ് റിലാക്സ് ആക്കണ്ടേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അല്ല, ഒറ്റ ഒന്നും മതിയെന്നേ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ വേണ്ടാന്നല്ലേ പറഞ്ഞേ, അല്ല നിനക്കിത് പതിവുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏയ് എപ്പോഴൊന്നുമില്ല, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരൊറ്റ എണ്ണം ചെറുത് എന്ന് സുധീഷ് പറയുമ്പോൾ ഒരൊറ്റ അടി അങ്ങ് തന്നാലുണ്ടല്ലോ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഞാൻ കേൾക്കട്ടെ, കയ്യും കാലും തല്ലി ഓടിച്ച് ഞാൻ വീട്ടിലിടും, ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് സുധീഷിനെ വിളിച്ചുകൊണ്ട് സുഭാഷ് നടന്നു പോകുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ എന്തോ അടുപ്പത്ത് പാചകത്തിനായി വെച്ചുകൊണ്ട് ടെൻഷനോടെ തൊട്ടടുത്ത് നിൽക്കാണ് സുഭാഷ്. സുധീഷിനൊപ്പം നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് സുനന്ദയെ കണ്ട കാര്യങ്ങളൊക്കെ സുഭാഷ് ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡൈനിങ് ഹാളിൽ ഫാൻ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷും നികേഷും ഹരീഷും തൊട്ടടുത്ത് ഫോൺ ചാർജിനിടാൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധി അവരുടെ അടുത്തേക്ക് വന്ന് എന്തോ കരിഞ്ഞ മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് വിശന്നപ്പോൾ ഹരീഷിന്റെ വയറ് കരിഞ്ഞതായിരിക്കും എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഏട്ടത്തിയെ ഇംപ്രസ് ചെയ്യാനുള്ള കോമഡിയാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ശരിക്കും അടുപ്പിൽ എന്തോ കരിയുന്നുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, അടുപ്പിൽ എന്താ എന്ന് നികേഷ് വിളിച്ചു ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കേട്ട് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നിധി ചെന്നപാടെ സുഭാഷ് ഏട്ടാ അതേ കരിയുന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് പെട്ടെന്ന് ആലോചനയിൽ നിന്ന് ഉണർന്നുകൊണ്ട് ആ പാത്രം പിടിക്കാൻ പോകുന്നുണ്ട്. അയ്യോ, കൈ പൊള്ളും സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു തുണിയെടുത്ത് ആ പാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. അടുക്കളയിലെ ശബ്ദം കേട്ട് മറ്റു 3 പേരും അടുക്കളയിലേക്ക് വന്ന് എന്താ കരിഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ തോരൻ അടുപ്പിൽ വെച്ചതാ, അടി കരിഞ്ഞു പോയി, മുകളിൽ നിന്ന് എടുക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് സുധീഷ് പോയി തോരനെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കരിഞ്ഞ സ്വാദുണ്ട് എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ആണോ, എങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് വേറെ ഉണ്ടാക്കാൻ പോകുമ്പോഴേക്കും ഏയ് അതൊന്നും വേണ്ട, ഉള്ളതൊക്കെ മതി എന്ന് നിധിയും പറയുന്നുണ്ട്. കറി എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് കറി ടേസ്റ്റ് ചെയ്യാനായി പോകുമ്പോഴേക്കും പരിപ്പും മുരിങ്ങാക്കായും കൂടി വെച്ചതാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവനതെടുത്ത് വായിൽ വെച്ച് തുപ്പാനായി പുറത്തേക്ക് ഓടുന്നുണ്ട്. അവൻ തിരിച്ചു വന്നതിന് ശേഷം സുഭാഷ് ഏട്ടാ, കറിയിൽ ഉപ്പിട്ടതാണോ, അല്ല ഉപ്പിലേക്ക് കറി എടുത്തൊഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ കൂടിയോ എന്ന് സുഭാഷൻ ചോദിക്കുകയാണ്. എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞ് അവൻ ചോറ് നോക്കുമ്പോൾ ചോറാകെ വെന്ത് കുഴഞ്ഞിരിക്കുന്നത് കണ്ട് ഇതാകെ കഞ്ഞിയായല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ അത് ഞാൻ കണ്ടില്ല, വെന്ത് പുറത്തേക്ക് തൂവിയപ്പോഴാ കണ്ടത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ചേട്ടാ, ചേട്ടന് ഇതെന്താ പറ്റിയേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെ ഇന്നാകെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് കുറച്ച് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ ഇനിയൊന്നും വേണ്ട, ഞാനും ഹരീഷേട്ടനും പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എന്ന് നികേഷ് പറയുന്നുണ്ട്. അതൊന്നും വേണ്ടടാ എന്ന് സുഭാഷ് പറയുമ്പോൾ അത് മതി, നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞ് സുഭാഷിനെ വിളിച്ചു പോവാണ് സുധീഷ്. നാളെ സുനന്ദേച്ചിയുടെ നിശ്ചയല്ലേ, അതിൻ്റെയാ എന്ന് നികേഷ് ഹരീഷിനോടും നിധിയോടായി പറയുന്നുണ്ട്. പുറത്തേക്ക് പോയ സുധീഷ് സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ലടാ, വീട്ടിൽ കയറി വന്നത് മുതൽ ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, ഒരൈഡിയ ഉണ്ട് വാ എന്നും പറഞ്ഞ് സുഭാഷിനെ മുറ്റത്തിട്ട ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തുന്നുണ്ട് സുധീഷ്. അവൻ പോയി എന്തൊക്കെയോ പരതുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട, ഒരു റൗണ്ട് വീശിയാൽ എല്ലാം ശരിയാവും എന്ന് സുധീഷ് പറയുമ്പോൾ തലയ്ക്കിട്ടൊന്ന് കിട്ടിയാലുണ്ടല്ലോ, നിന്നോട് കുടിക്കണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നീ ഇപ്പോൾ എന്നെ കുടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് ചേട്ടാ, ചേട്ടൻ എപ്പോഴും കുടിക്കാൻ പോകുന്നുണ്ടോ, ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് കുടിക്കാനാ, ഒരിത്തിരി കുടിച്ചാൽ മനസ്സിന് നല്ല ആശ്വാസം കിട്ടുമെന്നേ, ചേട്ടനൊന്ന് കുടിക്കാൻ നോക്കിയേ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് എനിക്കൊന്നും വേണ്ട എന്ന് സുഭാഷും പറയുന്നുണ്ട്. ചേട്ടൻ ഇത് എന്തു വർത്താനായി പറയുന്നേ, ഈ അനിയൻ പറയുന്നതൊന്ന് കേൾക്ക്, ചെറുതു മതി ചെറുത് എന്ന് സുധീഷ് നിർബന്ധിക്കുമ്പോൾ എടാ അവരാരെങ്കിലും വന്നാൽ കാണും എന്ന് സുഭാഷും പറയുന്നുണ്ട്. ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മുറ്റത്തുനിന്ന് അവനൊരു കുപ്പിയെടുത്ത് വരുന്നുണ്ട്. എടാ അച്ഛനെടുത്ത് വച്ചതായിരിക്കും, അച്ഛനറിഞ്ഞാൽ കൊല്ലും കേട്ടോ എന്ന് സുഭാഷ് പറയുമ്പോൾ സമാധാനമായിട്ടിരിക്കും ബ്രോ, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ എന്നും പറഞ്ഞ് അവൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സുഭാഷിന് കൊടുക്കുമ്പോൾ വേണ്ട, ഇത് പാടില്ല, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടാന്ന് എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധിച്ച് സുഭാഷിനെ കുടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സുഭാഷിന് കുറച്ച് അച്ചാറും കൂടി കൊടുക്കുമ്പോൾ ഇതെന്താ പച്ചവെള്ളം പോലെ, ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതെ, ഇത് പുതിയ ബ്രാൻഡാ, പച്ചവെള്ളം പോലെ തോന്നൂ, പക്ഷെ അകത്ത് ചെന്ന് 2 മിനിറ്റ് കഴിഞ്ഞ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പോയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഒഴിക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എടാ അതൊന്നും ശരിയാവില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ സുധീഷ് ഒരു ഗ്ലാസ്സിൽ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്.
അത് അവന് കൊടുക്കുമ്പോൾ എടാ ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ടേ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേട്ട് അതൊക്കെ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ എന്നും പറഞ്ഞ് സുഭാഷിനെ അത് കുടിപ്പിക്കുന്നുണ്ട്. അവന് അതിന്റെ കൂടെ ഇച്ചിരി അച്ചാറും കൂടി കൊടുത്ത് ഇപ്പൊ എന്ത് തോന്നുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷനില്ലേ അതിപ്പോ ഇല്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് എന്റെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളത് അതൊക്കെ എന്നോട് പറ, ഞാൻ കേൾക്കാനുണ്ടെന്നേ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെടാ, നിനക്കറിയോ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേട്ട് സുഭാഷ് ഏട്ടാ എന്നോട് പറ, ഞാനില്ലേ കേൾക്കാൻ, അച്ചോടാ എന്നും പറഞ്ഞ് ഒരു പെഗ് കൂടി ഒഴിക്കാണ് സുഭാഷ് അതും എടുത്ത് കുടിച്ചുകൊണ്ട് എടാ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നിട്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുമ്പോഴേക്കും അവളുടെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി, അവർ വേറെ എങ്ങോട്ടോ പോയി, പിന്നെ ജോലി സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്കറിയായിരുന്നു, എനിക്കപ്പോൾ ഒരു 20 വയസ്സാ, അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളെ പെട്ടെന്ന് കാണാതായി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ ബസ്സിൽ പോകുന്നത് കണ്ടത്, അതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ അപ്പോഴേ മനസ്സിനെ പറഞ്ഞുറപ്പിച്ചു എന്ന് പറഞ്ഞ് സുധീഷിനോടായി ഒന്നും കൂടി ഒഴിക്കാൻ പറയുന്നുണ്ട്. സുധീഷ് ഗ്ലാസ് മുഴുവൻ ഒഴിച്ചു കൊടുത്തുകൊണ്ട് സുഭാഷ് അതെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് ഗ്ലാസ് അവനെ തിരിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് സുനന്ദ വന്നത്, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഇഷ്ടമൊന്നും പുറത്ത് കാണിച്ചില്ല, പക്ഷെ അവളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വന്നിരുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോയി, ഓരോ തവണ ബന്ധം ഉറച്ചില്ലെന്ന് പറയുമ്പോഴും അവളുടെ കണ്ണിലുള്ള ആ തിളക്കം ഞാൻ ഇന്നും കാണാറുള്ളതാ, അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ഇവളാണ് നിന്റെ പെണ്ണെന്ന്, നിന്റെ കല്യാണ റിസപ്ഷൻ്റെ അന്നാ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം അവൾ എന്നോട് തുറന്നു പറഞ്ഞത്, അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അവൾ മാത്രമായടാ, അവൾ വരാതിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലെന്തോ കല്ലെടുത്ത് വെച്ച പോലെയാ, എന്നിട്ടും ഞാൻ അവളോട് ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞു, എല്ലാത്തിനും കാരണം അവളുടെ അച്ഛൻ ഒറ്റ ഒരുത്തനാ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് സുധീഷ് കുപ്പി നോക്കിക്കൊണ്ട് ആഹാ പച്ചവെള്ളം തലയ്ക്ക് പിടിച്ചു തുടങ്ങി, വരട്ടെ വരട്ടെ എന്ന് പറയുന്നുണ്ട്. സുഭാഷ് സുധീഷിന്റെ അടുത്ത് വന്നുകൊണ്ട് എടാ പറയടാ, ആരാടാ ആ റാസ്കൽ, എനിക്കെന്താടാ ഒരു കുറവുള്ളത്, ഈ വീടിനെന്താടാ ഒരു കുറവുള്ളത്, പറയടാ എനിക്കറിയണം എന്ന് സുഭാഷ് ഒച്ചയെടുക്കുന്നത് കേട്ട് ഹരീഷും നിധിയും നികേഷും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എനിക്കെന്താടാ അവളെ നന്നായിട്ട് നോക്കാൻ അറിയില്ലേ, സുനന്ദ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളെ നന്നായിട്ട് നോക്കാൻ കഴിയില്ല എന്ന് ആരാടാ പറഞ്ഞേ, ആ വൃത്തികെട്ടവരുടെ വാശി കാരണം അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ അവൾക്ക് കല്യാണം കഴിഞ്ഞു പോവേണ്ട അവസ്ഥയാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് നിധിയും കൂട്ടരും അങ്ങോട്ട് എത്തുന്നുണ്ട്. അത് കേട്ട് സുഭാഷും ആ നിധി എടാ നോക്കെടാ നിധി എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് വന്ന് മോളെ നീ ഈ വീട്ടിലേക്ക് വന്നപ്പോഴാ നിന്റെ പേരിന് ശരിക്കും അർത്ഥമുണ്ടായത്, ഈ വീടിന്റെ നിധിയാ നീ, ഈ വീട്ടിലേക്ക് നീ വന്ന് കയറിയത് ഈ ജന്മം ഞങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടല്ല, കഴിഞ്ഞ ജന്മം ഞങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടാ, മോള് വീട്ടിലേക്ക് പൊക്കോ, അകത്ത് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞവൻ വീഴാൻ പോകുമ്പോഴേക്കും സുധീഷ് അവനെ പിടിക്കുന്നുണ്ട്. സുഭാഷ് സുധീഷിനെ നോക്കി ഇത് സുധീഷ് നല്ല മിടുക്കൻ പയ്യനാ, മോളകത്തേക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ എന്താ സുധീഷ് ഏട്ടാ ഇതൊക്കെ, സുഭാഷ് ഏട്ടന് ചേട്ടൻ മദ്യം കൊടുത്തോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. സുധീഷിനെ ഹരീഷ് വഴക്ക് പറയുന്നത് കേട്ട് അവനെ ചീത്ത പറയല്ലേ, അവന്റെ തെറ്റല്ല ഞാൻ, അതുകൊണ്ട് ഇവനെ ആരും വഴക്കൊന്നും പറയണ്ട എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തിനാ അയാൾ ഇത് ചെയ്തെന്ന് പറ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എടാ ഒരു മിനിറ്റ് ചുമ്മാതിരുന്നേ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിനെയും കൂട്ടി ഒരു ഉമ്മൊക്കെ കൊടുത്ത് അവിടെ ഒരു ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് കുപ്പിയുമായിട്ട് വന്ന സുധീഷ് ഞാൻ കുടിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് എടാ വഴക്കൊന്നും വേണ്ട കേട്ടോ എന്ന് വിളിച്ചു പറയാണ്. വഴക്കൊന്നുമില്ല, ഒരു കാര്യം പറയുന്നതാ എന്ന് സുധീഷ് സുഭാഷിനോടായി പറഞ്ഞുകൊണ്ട് എടാ ഞാൻ കുടിപ്പിച്ചിട്ടൊന്നുമില്ല, ഇത് നോക്ക് എന്നും പറഞ്ഞ് 2 കുപ്പികളും അവയെ കാണിക്കുന്നുണ്ട്. കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ സുധീഷ് അത് ഹരീഷിന് കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ എങ്കിൽ ഞാൻ തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സുധീഷ് ആ കുപ്പി തുറന്ന് അതിലുള്ള വെള്ളം എടുത്ത് കുടിച്ച് ഇത് കുടിച്ചു നോക്ക്, ഇത് വെറും വെള്ള എന്നും പറഞ്ഞ് ഹരീഷിന് നീട്ടുന്നുണ്ട്. ഹരീഷ് അതെടുത്ത് കുടിച്ചു നോക്കിയിട്ട് ശരിയാ ഇത് വെള്ള എന്ന് പറയുന്നുണ്ട്. എടാ മണത്തു നോക്കടാ എന്ന് പറഞ്ഞ് നികേഷിനും ആ കുപ്പി കൊടുക്കാണ്. നികേഷും മണത്തു നോക്കി മണമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് നോക്ക് എന്ന് പറഞ്ഞ് കയ്യിലെ മറ്റൊരു കുപ്പി അവർക്ക് നീട്ടുന്നുണ്ട്. ഹരീഷ് അത് തുറന്നു നോക്കി ചീ എന്ന് പറയുന്നുണ്ട്. അതിലെ മണം സഹിക്കാനാവാതെ തിരിഞ്ഞു നിന്ന ഹരീഷ് ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മദ്യം, മറ്റേത് വെറും പച്ചവെള്ള, സുഭാഷ് ചേട്ടനെ ഈ പച്ചവെള്ളം കുടിച്ചിട്ടാ ഫിറ്റായിരിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ അതെങ്ങനെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടന്റെ മനസ്സാ ഫിറ്റായിരിക്കുന്നേ, കുടിച്ചത് മദ്യമാണെന്നുള്ള വിശ്വാസം, പിന്നെ ഇപ്പോഴത്തെ സുഭാഷ് ചേട്ടന്റെ അവസ്ഥയും എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ പച്ചവെള്ളം കുടിച്ചിട്ടാണോ ഈ കിടന്ന് കാണിക്കുന്നേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് എടാ അവനല്ല ഞാനാ കുടിച്ചേ, വഴക്കൊന്നും വേണ്ട എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ശരിയാ സുഭാഷ് ചേട്ടൻ തന്നെയാ കുടിച്ചേ എന്ന് നികേഷ് വിളിച്ചു പറയുമ്പോൾ സുഭാഷ് സുധീഷിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുധീഷ് ചെല്ലുമ്പോൾ എനിക്കെന്തോ പോലെ തോന്നടാ എന്ന് സുധീഷിനോടായി പറയുന്നുണ്ട്. അതെ അടിച്ചത് ഇത്തിരി കൂടിപ്പോയതുകൊണ്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സുധീഷ് അവനെയും തോളത്തിട്ട് നടന്നു വരുന്നുണ്ട്. ആടിക്കൊഴഞ്ഞു വരുന്ന സുഭാഷ് നികേഷിനെ ഹരീഷിനെ വിളിച്ച്
എടാ എല്ലാവരും വാ, എനിക്ക് എൻ്റെ അനിയന്മാരെല്ലാം എൻ്റെ കൂടെ വേണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിധിയോടായി മോളെ അകത്ത് പോ, മഞ്ഞ് കൊള്ളണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും നികേഷും ഹരീഷും സുഭാഷിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സുഭാഷ് ഏട്ടൻ, ഇന്നെന്തായാലും മനസ്സ് വിട്ട് ഉറങ്ങിക്കോളും എന്ന് അവരുടെ പോക്ക് നോക്കിക്കൊണ്ട് സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്. നീ ഏതായാലും പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾക്ക് ഇന്നെന്തായാലും ശിവരാത്രിയാ, ഇന്ന് ഉറക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സുധീഷും വീടിനകത്തേക്ക് പോകുന്നുണ്ട്. രാവിലെ ആയപ്പോൾ ഡൈനിങ് ഹാളിൽ ഫോൺ നോക്കിയിരിക്കുന്ന സുധീഷിൻ്റെ അടുത്തേക്ക് നികേഷ് വരുന്നുണ്ട്. ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞായറാഴ്ച എന്താ റോഡുകളൊക്കെ അടച്ചിടുവോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷിൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് നികേഷും പറയുന്നുണ്ട്. വേണ്ട വേണ്ട, നീ അതിന് മാത്രമൊന്നും ആയിട്ടില്ല കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ ഞായറാഴ്ചയല്ലേ, ആളുകൾ വണ്ടി വാടകയ്ക്ക് എടുക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ, അല്ലാതെ പണിയെടുപ്പിക്കാൻ വേണ്ടിയൊന്നും ചോദിച്ചതല്ല എന്ന് നികേഷ് പറയുമ്പോൾ ആ അങ്ങനെ ചോദിക്ക്, വേണമെങ്കിൽ ഫോൺ വരും അപ്പോൾ ഞാൻ പൊക്കോളാം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് സ്പീക്കറിൽ നിന്ന് ഒച്ചത്തിലുള്ള പാട്ട് അവർ കേൾക്കുന്നത്. ഇന്ന് സുനന്ദേച്ചിയുടെ നിശ്ചയല്ലേ അവിടുന്ന് എന്ന് നികേഷ് പറയുമ്പോൾ ഓ നമ്മൾ കേൾക്കട്ടെ എന്ന് വെച്ച് ഉയർത്തി വെച്ചതായിരിക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ സിറ്റ് ഔട്ടിലിട്ട കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് സുഭാഷ്. അവൻ സുനന്ദ തന്നോട് ഇഷ്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് അവൻ്റെ കണ്ണ് അറിയാതെ നിറയുന്നുണ്ട്. അപ്പോഴേക്കും പാട്ടിൻ്റെ ശബ്ദം കേട്ട് നിധിയും മുറിയിൽ നിന്നിറങ്ങി വന്ന് ഇതെന്തൊരു ശബ്ദ എന്ന് അവരോട് പറയുന്നുണ്ട്. മനഃപൂർവ്വ സുനന്ദയുടെ നിശ്ചയല്ലേ, അത് നമ്മളൊക്കെ അറിയാൻ വേണ്ടി ഒച്ചത്തിൽ പാട്ടിട്ടേക്കുന്നതാ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധി അടുക്കളയിൽ പോയി നോക്കുന്നുണ്ട്. അവിടെ സുഭാഷിനെ കാണാഞ്ഞ് അടുക്കളയിൽ സുഭാഷ് ഏട്ടനില്ലല്ലോ എന്ന് വന്ന് പറയുന്നുണ്ട്. അടുക്കളയിലില്ലേ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും നിധി നേരെ സിറ്റ് ഔട്ടിലേക്ക് പോവാണ്. അവിടെ സുഭാഷ് ഇരിക്കുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ നിധിയെ നോക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും